കോതമംഗലം ഭൂതത്താൻകെട്ട് തുണ്ടം ഫോറസ്റ്റ് റേഞ്ചിൽ കാടുകയറിയ നാട്ടാനയെ കണ്ടെത്തിയിരിക്കുന്നു. സാധുവിനെ ഇന്ന് രാവിലെയാണ് കാട്ടിൽ നിന്ന് കണ്ടെത്തിയത്. ഇപ്പോൾ അവിടെ നിന്ന് പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമുക്കതിലേക്ക് പോകാം. അതിനെ കുത്തി, പക്ഷെ അത് കുത്തി കണ്ടിട്ടും വീണ്ടും തിരിച്ചു വന്നൊരു പൊസിഷനിലേക്ക് നിന്നു. രണ്ടാമത്തെ കുത്തില പക്ഷേ അത് കുറച്ച് സ്ട്രോങ് കുത്തായിരുന്നു. അതിലാണ് അവിടെ ആ പോസ്റ്റ് ഒക്കെ ഇടിച്ചിട്ടുണ്ടല്ലോ. പോസ്റ്റ് ഒക്കെ ആന തന്നെയാണോ? പോസ്റ്റ് ഒക്കെ മറിഞ്ഞെടുക്കുന്നത് അത് കാട്ടാനേ ആയിരിക്കുള്ളൂ. ഈ ആനയായിട്ടുള്ള പോർഷൻസ് മുഴുവൻ നമ്മൾ തീർന്നിരുന്നു. അതെ, ലാസ്റ്റ് ഷോട്ട് ഒന്ന് റീടേക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത്. എല്ലാവരും പേടിച്ചോടിയോ? എല്ലാവരും പേടിച്ചു. കാര്യം രണ്ട് സൈഡിലും കാടാണ്, നടുക്കൊരു റോഡ് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളൊക്കെ ക്യാമറയൊക്കെ ആയിട്ട് വീഴുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇല്ല, ആർക്കും അങ്ങനെ പരിക്കുകളൊന്നും ഇല്ല. അങ്ങനെ ഇല്ല, കുറച്ച് ദിവസം കൂടെ ഉണ്ട്. കേരളത്തിൽ 1 മാസത്തെ ഷൂട്ടായി സ്റ്റാർട്ട് ചെയ്തിരുന്നത്, പകുതിയായിട്ടുള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഇവിടെ എത്ര ദിവസം കൂടെ ഉണ്ട് ഷൂട്ടിങ്? ഇവിടെ 2 ദിവസം കൂടെ ഉണ്ട്. ബാക്കി ഇനി മൂന്നാർ, പിന്നെ കൊച്ചി. ആനയുടെ കഴിഞ്ഞിരുന്ന ലാസ്റ്റ് ഷോട്ട് റീടേക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനൊരു വിഷയം ഉണ്ടായത്. ഒരു 3-4 ടേക്ക് ഒക്കെ ഉണ്ടായിരുന്നു പറയുന്നു. അതുകൊണ്ടാണ് ഇല്ല, യൂഷ്വലി നമ്മൾ ഷൂട്ടിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉള്ള പോലത്തെ ഒരു യാതൊരുവിധ ബുദ്ധിമുട്ടും ആനയുടെ സൈഡിൽ നിന്ന് ഉണ്ടാക്കിയിട്ടില്ല, നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാക്കിയിട്ടില്ല. കാര്യം ഒന്ന് നമ്മൾ ഫോറസ്റ്റിന്റെ സൈഡിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നു. വളരെ ശാന്തമായിട്ടുള്ള അവർ പതുക്കെ അങ്ങനത്തെ ഷൂട്ടുകളായിരുന്നു. ഒരു ഭയങ്കര ഹറിബറി അങ്ങനെ ഒന്നുമില്ല, സമാധാനപരമായിട്ടുള്ള ഷൂട്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഷോട്ട് നമുക്ക് വേണ്ടിയിരുന്നു. ഒരു 4-5 ഷോട്ട് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മളൊരു 11:30 തൊട്ട് 3:30 വരെ 4 ഒക്കെ ആയപ്പോൾ നമ്മുടെ കഴിഞ്ഞു. ലാസ്റ്റ് ഷോട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്ത സമയത്താണ് ഇങ്ങനൊരു അവര് തമ്മിൽ അല്ല, നമ്മൾ കുറച്ച് ദൂരെ നിന്നിട്ടായിരുന്നു. പക്ഷെ 3-4 ക്യാമറകളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അതിന്റെ ചുറ്റിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാവരും ഇറങ്ങി ഓടി. ആർക്കും അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കിയത്. ഇന്നിപ്പോ ഷൂട്ടില്ല, അപ്പോൾ അത് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞിട്ട് അതെ. അയാള് കാരവനിലുണ്ടായിരുന്നു, ഷൂട്ടിംഗ് സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പോർഷനിൽ അയാളുടെ ഡ്യൂപ്പിനെ വെച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അയാള് വരാനായിട്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പരിപാടി. പുള്ളി കാരവനുണ്ടായിരുന്നു. ഇല്ല, അയാളുടെ പേരായിട്ടില്ല, തെലുഗു ആണ് എന്നുള്ളത്. താങ്ക് യു.